എന്താണ് ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം? നമ്മളൊരു വീടോ സ്ഥലമോ ഒക്കെ വിറ്റ് അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ലാഭം ഉണ്ടായെന്ന് വെക്കുക, ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായി. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും അതിന് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഈ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഒഴിവാക്കാനായിട്ട് നമുക്ക് പുതിയൊരു വീട് വാങ്ങിക്കുകയോ അല്ലെങ്കിൽ പണിയുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ ടാക്സിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് പറ്റും. എന്നാൽ ഇതിനൊരു ടൈം ലിമിറ്റ് ഉണ്ട്. നമ്മൾ ഈ അസറ്റ് അല്ലെങ്കിൽ ഈ സ്ഥലമോ വീടോ വിൽക്കുന്നതിന് മുൻപുള്ള 1 വർഷത്തിനകം അല്ലെങ്കിൽ ഈ ട്രാൻസാക്ഷൻ നടന്നതിന് ശേഷമുള്ള 2 വർഷത്തിനകം ഈ പുതുതായിട്ടുള്ള ഒരു വീടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ 3 വർഷത്തിനകം നമ്മൾ പുതുതായിട്ടൊരു വീട് പണിയുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ക്യാപിറ്റൽ ഗെയിൻ ടാക്സിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് പറ്റും. എന്നാൽ നമ്മൾ ഈ ട്രാൻസാക്ഷൻ നടന്ന് കഴിഞ്ഞ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്തിനകം ഈ പറഞ്ഞ പോലെ വീട് വാങ്ങിക്കുകയോ അല്ലെങ്കിൽ വീട് പണിതോ കഴിഞ്ഞില്ലെങ്കിൽ ആ വർഷം നമുക്ക് ഈ പറഞ്ഞ ക്യാപിറ്റൽ ഗെയിൻ ടാക്സിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് താൽക്കാലികമായിട്ട് ഈ എമൗണ്ട് നമുക്ക് ഒരു അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. അതാണ് ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്തിട്ടുള്ള ബാങ്കുകളിൽ ഇത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം നമുക്ക് ഈ പറഞ്ഞ പോലെ 3 വർഷത്തിനകം ഇത് വീട് പണിയാനായിട്ട് ഉപയോഗിക്കാം. അപ്പൊ താൽക്കാലികമായിട്ട് ആ ഒരു എമൗണ്ട് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു അക്കൗണ്ട് ആണ്, ആ ഒരു സ്കീമാണ് ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം എന്ന് പറയുന്നത്.